നമ്മൾ പ്രത്യയങ്ങളിലെ പ്രധാനപ്പെട്ട കോ എന്നതിനെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളത്തിലുള്ളവർ ഒറ്റ ഒരു സാധനത്തിന് മാത്രമല്ല, അവന് എന്ന് പറയാൻ മാത്രമല്ല, അതേപോലെയുള്ള വ്യത്യസ്ത ഉപയോഗത്തിനുണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു സംസാര ഭാഷ പഠിക്കുവാൻ ഈ നിയമങ്ങളൊന്നും നിങ്ങൾ അറിയേണ്ടതില്ല. അതേ സ്ഥാനത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് തെറ്റിപ്പോകും. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡീപ്പായി പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കോൻ്റെ ഉപയോഗത്തിൽ തന്നെ. ഇപ്പം അവന് കൊടുക്കൂ, പൈസ ഉസ്കു ദേദോ, അവന് കൊടുക്കൂ, അദ്ദേഹത്തിന് കൊടുക്കൂ, ഉൻകോ ദേദോ എന്നൊക്കെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു ചെറിയൊരു വ്യത്യാസം അതിലുണ്ടാവുള്ളൂ. അവന് മേരക്കു, മേരക്കു നെയ് പത്ത, എനിക്ക് അറിയില്ല, മുജ്കോ നെഹി പത്ത, എനിക്കറിയില്ല എന്നൊക്കെ പറയും. കോ, അങ്ങനെ എനിക്ക്, നിനക്ക്, അവന് എന്നൊരു കോമൺ യൂസ് ചെയ്തതിനും കോ തന്നെയാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ അവനെ വിളിക്കൂ എന്ന സ്ഥാനത്താണ് ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഉസ്കോ ബുലാവോ എന്ന്. അപ്പം അവനെ വിളിക്കൂ എന്ന് പറയാനും അവന് കൊടുക്കൂ എന്ന് പറയാനും കോ തന്നെ, അത്ര പോരെ. ഇതാണ് ഓക്കെ. ഇത് നമ്മൾ സമയവും സന്ദർഭവും പറയാനും ഇവന് ഉപയോഗിക്കും. സമയം സന്ദർഭം പറയാനാണ് ഇങ്ങനെ ഉച്ചക്ക് 2 മണിക്ക് വരണം. എങ്ങനെ പറയാം? ദൊഫേർ 2 ബജെ എന്നല്ല, ദൊഫേർക്കോ 2 ബജെ ആവോ, ദൊഫേർക്കോ ആവോ, ഉച്ചക്ക് വരൂ, ദൊഫേർക്കോ. അച്വാർക്കോ, ഞായറാഴ്ച വരൂ, അച്വാർക്കോ, അച്വാർക്കോ യഹാ ഒനായി എത്തും, അച്വാർക്കോ ചുട്ടി ഹേ, അച്വാർക്കോ ചുട്ടിയെ, ഞായറാഴ്ച നമുക്ക് എന്താണ്? ചുട്ടിയാണ്, ചുട്ടിയാണ്, ലീവാണ്. അപ്പോൾ കോ എന്ന് പറയാം. 2 ബജേക്കോ, രാത് 2 ബജേക്കോ, രാത് 2 ബജേക്കോ, രാത്രി 2 മണിക്ക് आपसे मिलेंगे, हम आपसे मिलेंगे रात 2 बजे को, രാത്രി 2 മണിക്ക് ഞങ്ങൾ നിങ്ങളെ കാണാം. അങ്ങനെ അപ്പം അങ്ങനെ എന്താ നമ്മൾ പറഞ്ഞപ്പോൾ കോ, സമയത്തെയും സന്ദർഭത്തെയും പറയുവാനും കോ എന്നൊരു ഉപയോഗമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കേണോ? അപ്പം സുബ 7 ബജേക്കു, അവിടെ സുബ 7 ബജേ എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി എന്നാണ്. അപ്പം രാവിലെ 7 മണിക്ക് എന്നൊരു പറയാനും കോ എന്ന ഉപയോഗമാണെന്ന് മനസ്സിലാക്കുക. അതും നമ്മുടെ ഉപയോഗത്തിൽ വരേണ്ടതാണ്. ആപ്ക ധന്യവാദ്, ബഹുത് ശുക്രിയ.